ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവ് അജീഷിന്റെ JCB വനംവകുപ്പ് പിടിച്ച സംഭവത്തിൽ വനംവകുപ്പ് മന്ത്രിക്കെതിരെ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് രംഗത്ത്. മന്ത്രിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളോട് പരിഹാസമാണെന്നും ഉദ്യോഗസ്ഥർ നൽകുന്ന തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പ്രവർത്തിക്കുന്നതെന്നും CV വർഗീസ് പറഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സമാന്തര സർക്കാരായി പ്രവർത്തിക്കുകയാണ് എന്നും കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വനവിസ്തൃതി കൂട്ടാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നും CV വർഗീസ് കുറ്റപ്പെടുത്തി. മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിലും അജീഷിന്റെ വിഷയം എത്തിക്കുമെന്നും 16-ാം തീയതി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വനം വകുപ്പിൻ്റെ ഭൂവിസ്തൃതിയുടെ ഭാഗമായി ഓരോ ദിവസവും ആന വരുന്നു. അവിടെ ഓരോ വീടുകളിൽ 2-3 വീടുകൾ തകർക്കപ്പെടുന്ന വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ച് പഞ്ചായത്ത് വാടകയ്ക്ക് വീടെടുത്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ സ്വയം ആളുകൾ അവിടെ ഒഴിഞ്ഞു പോകാതെ സർക്കാരിൻ്റെ സംരക്ഷയോട് കൂടി ഒഴിയുന്നു എന്നൊരു പ്രതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ വനം മന്ത്രി എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് 3 വർഷക്കാലം മുമ്പുള്ളൊരു കേസാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നീതിപൂർവമായ നിലപാടെടുക്കണമെന്ന് പറയേണ്ടതാണ്. പക്ഷേ അദ്ദേഹം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ് അതേ വാക്ക് വിശ്വസിച്ചുള്ള നിലപാടാണ് എടുത്തുള്ളത്. അത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ ഉൾപ്പെടെ സഹായിച്ച് നിയമസഹായം കൊടുത്ത് ആ അജീഷിൻ്റെ വണ്ടി തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും. ഇതിൻ്റെ ഭാഗമായി 16-ാം തീയതി ഇടുക്കി നഗരംപാർ റേഞ്ച് ഓഫീസിലേക്ക് ആയിരക്കണക്കിന് കൃഷിക്കാർ പങ്കെടുക്കുന്ന വിഭജന മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ആ വിഭജന മാർച്ചോടുകൂടി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രവർത്തനത്തിൽ വരും. അവിടെ വനം വകുപ്പ് ആന നശിപ്പിച്ചിട്ടുള്ള എല്ലാ കൃഷിക്കാരനും അവൻ്റെ വീടിന് പുനരധിവാസം ഉണ്ടാവണം. അവിടെ ആവശ്യമായ RRT വെക്കണം. അതുപോലെ തന്നെ വനം വകുപ്പ് ആന കൃഷിയിടങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ നീതി നിഷേധിക്കപ്പെട്ട അജീഷിൻ്റെ വണ്ടി തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ നിലപാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. ആ സമരത്തെ തുടർന്ന് ആ ചെറുപ്പക്കാരന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഏതറ്റം വരെയുള്ള നിയമ സഹായത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ നടത്തും.